നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. പ്രകൃതിയുടെ അടിസ്ഥാന 12 യൂണിവേഴ്സൽ നിയമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം. ഈ ആകർഷണ നിയമം എങ്ങനെ നമ്മൾ സെയിൽസിലും ബിസിനസ്സിലും നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം. 7ാമത്തെ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് റെസിപ്രോസിറ്റി ആണ്. അതായത് ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്, ഗീവ് ആൻഡ് ടേക്ക്. ഏതൊരു ബിസിനസ്സിലും ലൈഫിലും സെയിൽസിലും നടക്കുന്നത് ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, സെയിൽസിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. എന്നാൽ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ബന്ധങ്ങളെ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ ഇപ്പൊ സ്ഥാപിച്ചെടുക്കുന്ന ബന്ധങ്ങൾ നമുക്ക് അടിയന്തര ആവശ്യങ്ങൾക്കല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാം എന്നുള്ള വിചാരത്തിൽ നമ്മൾ അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നമ്മുടെ എക്കാലത്തെയും ബന്ധങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനേ കഴിയും. ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇത് ബിസിനസ്സിലും ലൈഫിലും, അതായത് സെയിൽസിലും എല്ലാത്തിലും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പറയുന്ന ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന നിയമം, അല്ലെങ്കിൽ ലോ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ സൊല്യൂഷൻ, അതായത് പ്രശ്നങ്ങളിൽ, പ്രശ്ന പരിഹാരത്തിൽ നമ്മൾ കേന്ദ്രീകരിക്കുക. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഉപഭോക്താക്കളായിക്കോട്ടെ, അല്ലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ, ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് അവർ നമ്മളിലേക്ക് വരുന്നത്. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കച്ചവട സ്ഥാപനത്തിലായിക്കോട്ടെ, നമ്മുടെ സെയിൽസിലായിക്കോട്ടെ, നമ്മളിലേക്ക് വരുന്ന ഓരോ ഉപഭോക്താക്കളും അവരുടെ ചെറിയ അല്ലെങ്കിൽ അവരുടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി പ്രശ്ന പരിഹാരം, ഞങ്ങളാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നത് അല്ലെങ്കിൽ പരിഹാരം നൽകുന്ന വ്യക്തി അല്ലെ വ്യക്തികൾ എന്നുള്ള ബോധ്യം വരുന്ന കസ്റ്റമേഴ്സിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുമായിട്ട് നമുക്കൊരു ദീർഘകാല ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഫോക്കസ് ഓൺ ദ പ്രോബ്ലംസ് ആൻഡ് ദ സൊല്യൂഷൻ. ആ പ്രശ്ന പരിഹാരവും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിലും നമുക്ക് വൈദഗ്ധ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ചാമ്പ്യൻസ്. പ്രശ്ന പരിഹാരത്തിൽ നമ്മൾ ചാമ്പ്യൻസ് ആണ്, അല്ലെ സൊല്യൂഷൻ നൽകുന്നതിൽ നമ്മൾ ചാമ്പ്യന്മാരാണ്, നമുക്കതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കസ്റ്റമേഴ്സിനെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും വരേക്കും നന്ദി, നമസ്കാരം.